മേശമേലിരിക്കണ പൂമ്പാറ്റേ അനക്കൊന്ന് ദുബായിക്ക് പോയിക്കൂടെ അവിടുന്ന് കത്തുകളയച്ചൂടെ മൈമൂനാക്കും മൈമൂട്ടിക്കും സുഖമല്ലേ. പക്ഷെ നമ്മൾ ഓരോ സീൻ എടുക്കുമ്പോഴും ഫാസിലിനെ ശ്രദ്ധിച്ചാ ഓരോ സീൻ എടുത്ത് ഫാസിൽ നോക്കി ഫാസിലിന്റെ മുഖം കണ്ടാ അറിയാം അവൻ ഓക്കെയാണ്. ഫാസിൽ പറഞ്ഞു ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ച അനുഭവമുള്ള കുറേ പേരുണ്ട്. ഞാൻ പറഞ്ഞു ഇവരുടെ കൂടെയാണ് പിന്നെ കൊണ്ടുപോകണത്, ഞാൻ ആദ്യമായിട്ടല്ലേ ഫാസിലെ, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഞാൻ പറയണ പോലെ ചെയ്താൽ ആദ്യത്തെ ഷോക്ക് തുടക്കത്തിൽ ഇങ്ങനെ ശ്വാസം പിടിച്ചു ഇങ്ങനെ കണ്ണീര് വരുമായിരുന്നു. ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഷോ ഫുള്ള് കണ്ടത്. പക്ഷെ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ഓരോ സീന് വരുമ്പോഴും ചെറിയ സീന് വരുമ്പോഴും ഭയങ്കര ചിരി. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനൊക്കെ ചിരിക്കണ്ട. രണ്ടാമത്തെ ഷോക്ക് ഇന്നലെ കേറിയപ്പോഴാണ് നമ്മളൊന്ന് ശരിക്കും കണ്ടത്, നമ്മളൊന്ന് എൻജോയ് ചെയ്യണത് അല്ലേ. കണ്ടപ്പോഴാണ് നമുക്ക് ഓരോ സ്ഥലത്തും ശോത് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു. എത്ര സീരിയസ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യത്തിൽ അതേമാതിരി തന്നെ സെറ്ററായിട്ടുള്ളൊരു തമാശ അല്ലേ. ഓരോ ഡയലോഗ് നോക്കിയാൽ ഇപ്പം ഞാൻ പറയുന്ന ഡയലോഗ് എന്ത് സീരിയസ് ആണ്, ചിലപ്പോൾ ചീത്തയാണ് പറയുന്നത്. ഇപ്പം സൂറാത്ത പറയുന്നുണ്ട് സ്വന്തം മോളൊരു ചങ്ങായിൻ്റെ കൂടെ ബൈക്കിന് കയറി വേറെ കഴിഞ്ഞ് വർത്താനം പറഞ്ഞ് ഞങ്ങൾ സമയത്ത് ആ സീൻ ഞാൻ കാണുന്നുണ്ട്. അപ്പം ചോദിക്കുന്നുണ്ടല്ല മറ്റോട് ചോദിക്കില്ലേ എടി അതാരാ ആരണ്ടേ അല്ല അങ്ങനെ ചാരണ്ടേ എന്ന് ചോദിച്ചേ. അപ്പൊ നിങ്ങള് വളരെ ക്യാഷ് പക്ഷെ ഓഡിയൻസ് ചിരിക്കുക. അപ്പൊ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊന്നും അറിയില്ലല്ലോ, അത് കഴിഞ്ഞ് ബാക്കോട്ട് ആണ്. പക്ഷെ നമ്മൾ ഓരോ സീൻ എടുക്കുമ്പോഴും ഫാസിലിനെ ശ്രദ്ധിച്ചാ ഓരോ സീൻ എടുത്ത് ഫാസിൽ നോക്കി ഫാസിലിന്റെ മുഖം കണ്ടാ അറിയാം അവൻ ഓക്കെയാണ്, അല്ലെങ്കിൽ പിന്നെ എടുക്കും. ഇത്തിരി അഭിനയം പോലെ ഫാസിലിന് തോന്നിയോ അതാ എടുക്കില്ലേ ഫാസിൽ. ഇത് വേറൊരു സംഭവം എന്താ വെച്ചാൽ ഫാസിൽ നമുക്ക് ഫുൾ ഫ്രീഡം തന്നിരുന്നു. എന്താ വെച്ചാ പറയും എഴുതിയതൊന്നല്ല ആ ഷൂട്ടിന്റെ സമയത്ത് അല്ലേ എടുക്കണത്. ഞാൻ രണ്ട് സംവിധായകർ അങ്ങനെയല്ല കേട്ടോ, മറ്റുള്ള സംവിധായകർക്കെന്നല്ല, മറ്റൊരു ലെജൻഡാണ്. ഒരു നടനും നടിക്കും ഒരു ക്യാമറയ്ക്ക് പിന്നിൽ നിന്നിട്ട് ഡയറക്ടർ എത്രത്തോളം കംഫർട്ടായിട്ട് കൊടുക്കുന്നോ ആ സിനിമ ഇതുപോലെ റിസൾട്ട് ഉണ്ടാവും. കാരണം മറ്റേത് സ്വന്തമായിട്ടൊരു മാനേഴ്സ് ഉണ്ടാക്കാൻ പേടിയുണ്ടാവും. അല്ല സ്വന്തമായിട്ടൊരു മാനേഴ്സ് ഉണ്ടാക്കാൻ പോകും. ഒരു മാനേഴ്സ് ഉണ്ടാക്കാൻ വിചാരിച്ചാൽ പ്ലസ് അതെന്താ കാണിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതെ. ഇപ്പം ജിയോബി എന്ന് പറഞ്ഞ ഡയറക്ടർ അതേമാതിരി സിമ്പിളായിട്ടുള്ള ഒരാളാണ്. മറ്റുള്ളവരൊക്കെ വലിയ വലിയ ആളാണ്, സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങനെ ചെയ്യാൻ. അതുപോലെ തന്നെ ഫാസിൽ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അല്ലേ. ഇതിനാണ് എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടാക്കുന്നുണ്ട് ഒരു ഡയറക്ടർക്ക്. നമ്മളെ സെറ്റിൽ ഭക്ഷണത്തിന്റെ കാര്യം ഡയറക്ടർ നോക്കുന്നു, ക്യാമറ കംപ്ലൈന്റ് ആകുമ്പോൾ അതിന്റെ കാര്യത്തിൽ നോക്കുന്നു, മഴ പെയ്യുമ്പോൾ അതിന്റെ കാര്യത്തിൽ നോക്കുന്നു, രാത്രി ഫുഡിന്റെ കാര്യം എന്താണ്. ഒരു ഡയറക്ടർ മൊത്തം കോർഡിനേഷനായി ചെയ്തല്ലേ. അന്നത്തെ കഴിഞ്ഞതിന്റെ അന്ന് വൈകുന്നേരം തന്നെ ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് പുലർച്ചെയാവും ഫാസിൽ കിടക്കുക. ഒന്നുമല്ല നമ്മൾ പറഞ്ഞില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പൗലോ കോയിലോ പറഞ്ഞതുപോലെ നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ പ്രയത്നവും വളരെ കറക്റ്റാണെന്ന് വെച്ചാൽ പ്രകൃതി അത് നമ്മിലേക്ക് എത്തിക്കുന്നു പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സിൻസിയർ ആയിട്ടുള്ള കുറേ ആക്ടേഴ്സ്. എനിക്കത് ഞാൻ മറ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ മികച്ച കലാകാരന്മാരുടെ കൂടെ ഒരു നമ്മൾ കുറച്ച് ഒരു കഴിവുള്ള നമ്മൾ വരുന്ന സമയത്ത് വലിയൊരു സാധനമായി മാറിയിരുന്നു. ഞാൻ ഫാസിൽ പറഞ്ഞു ഒന്ന് രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ച അനുഭവമുള്ള കുറേ പേരുണ്ട്. ഞാൻ പറഞ്ഞു ഇവരുടെ കൂടെയാണ് പിന്നെ കൊണ്ടുപോകണത്, ഞാൻ ആദ്യമായിട്ടല്ലേ ഫാസിലെ, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഞാൻ പറയണ പോലെ ചെയ്തു. പക്ഷെ അമില്ല 1001 നുണകളെ ചെയ്ത ആളാണ്. കുമാരേട്ടനെ പറ്റിയിട്ട് അന്ന് കുമാരേട്ടൻ കാണിച്ചു തന്നപ്പോഴാണ് ഇത്രയും സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ദൈവമേ ഞാൻ എന്ത് ചെയ്യൂ. പക്ഷെ വന്ന് എല്ലാവരോടും അടുത്തിടപഴകിയപ്പോ ഈ സാധനം ഇപ്പൊ പറഞ്ഞില്ലേ, ഈ സാധനം പറഞ്ഞില്ല എനിക്കും അതേമാതിരി തന്നെ വേറെ സിനിമയിലേക്ക് പോകുന്ന സമയത്ത് അമ്മോ അവിടെ ആള് ഇവിടെ ആള് എങ്ങനെയാണ് വന്നിട്ട് നമ്മൾ അവർ ഓൾറെഡി നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. നമ്മൾ ഇന്നത്തെ റെസ്പെക്ട് ചെയ്ത ആളാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കുടുങ്ങിയില്ല സാധനം. അപ്പം ഞാനതുകൊണ്ട് ആരെൻ്റെ മുന്നിൽ നിൽക്കണവരെ ഇപ്പം ഞങ്ങളോട് തന്നെ ഭയങ്കര ഫ്രീ ആയിട്ട് നിന്നാളെന്താ അങ്ങളും ഫ്രീ ആവണം ഞാനും ഫ്രീ ആവണം. തമാശ ഉണ്ടായിരിക്കാം. അതെ അതെ ഫാസിലിന്റെ കഴിവും ഭയങ്കര കാര്യം തന്നെ. ആ പാട്ടൊന്നും പാടി. ഏത് പാട്ട്? അയ്യോ ഞങ്ങള് പണ്ട് മാമന്റെ വീട്ടിലൊക്കെ പോയാലേ മലപ്പുറം ജില്ല തന്നെയാണ് നമ്മുടെ വീട് മാറഞ്ചേരി, തിരൂര്, മാറഞ്ചേരി, പുത്തമ്പള്ളി, ആൽത്ര അങ്ങനെ. അപ്പൊ അവിടെ പോയി ഞങ്ങൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ അവിടുത്തെ കുറെ മുസ്ലിം ഫാമിലി ഉണ്ട്, അവരുടെ കുറെ പ്രായമായവരുടെ വായന്ന് കിട്ടിയതാണത്. അങ്ങനെ ഓർമ്മ വന്നതാ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മൂളിട്ടാ, സിനിമാ പാട്ടല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മൂളിക്കും. അപ്പോഴാണ് ഇത് വന്നത്. മൂളണ അയ്യോ അത്
മേശമേലിരിക്കണ പൂമ്പാറ്റേ അനക്കൊന്ന് ദുബായിക്ക് പോയി കൂടെ അവിടുന്ന് കത്തുകൾ അയച്ചൂടെ മൈമുനാക്കും മൈമുട്ടിക്കും സുഖമല്ലേ മൈമുന മുന മുന മൈമുട്ടി അങ്ങനെ ഒരു സാധനൊക്കെയാണ്. ആ പാട്ട് എടുത്തിട്ടുണ്ട് ആളുകള്. ഫാസിലിനോട് പറഞ്ഞു ഇങ്ങനൊരു സാധനം ഉണ്ട്, എന്നെ പാടിക്കാം, നിങ്ങൾ പാടിക്കുന്നത് അതേമാതിരി തന്നെ എനിക്ക് ഈ അറബി പാട്ടൊന്നും അറിയില്ലല്ലോ, അറബി പാട്ടൊക്കെയറില്ല. അപ്പൊ പല സമയത്ത് ഞാൻ സമയം പറയണേ ആ സമയങ്ങളൊന്നും കാണില്ല. ആദ്യം വരും കാണിക്കണേ. അപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അതാ ഡയറക്ടറാ പോണ്. ഞങ്ങൾ നിങ്ങളെ പറ്റി ഇങ്ങനെ പറയുന്നു, കുറ്റം പറയുന്നു. ഇതാണ് ഞങ്ങളെ മുത്ത്. നമ്മള് സൂറാത്താന്റെ ഒരു കഥ ഒക്കെ നമ്മള് ഏതാ സൂറാത്താന്റെ ടീച്ചറെ അനിയ ചേട്ടൻ ലാസ്റ്റ് സീസൺ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്തു. അത്യാവശ്യത്തിന് കൊടുക്കുന്ന സമയം കഴിഞ്ഞ് സമയം ആവണ്, നമ്മൾ കറക്റ്റ് ടൈം തീർക്കുക അങ്ങനെ കൊടുക്കാന്നുള്ള പ്ലാനില്ല. അപ്പൊ ടീച്ചർ ലാസ്റ്റ് ഡേ ഷൂട്ടിന് എന്താണ് ടീച്ചറെ ബ്രദർ മരിച്ചെന്ന് അറിയണം. അപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യണം. നമ്മൾ വിഷയോട് പറഞ്ഞു അല്ല കുഴപ്പമില്ല നമുക്ക് എന്തായാലും ചെയ്യാറ്. വിഷയം അല്ല വേണ്ട, നിങ്ങൾ ഷൂട്ടിങ് മുടക്കണ്ട, നിങ്ങൾ ചെയ്തോ പറഞ്ഞിട്ട് നമ്മൾ രാവിലെ ഈ ചേച്ചി ലൊക്കേഷനിൽ വന്ന് നിങ്ങൾ പോകുന്ന സമയത്ത് 30 കരഞ്ഞു പോകണം പറഞ്ഞോട് ആരാ വന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ച് പറഞ്ഞ് അവരെ ബ്രദർ ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അപ്പൊ പറഞ്ഞു അവിടെ അറിയിച്ചില്ല, അപ്പൊ നാളെ ചിലപ്പോൾ വന്നോളന്നില്ല പറഞ്ഞു. പക്ഷെ അവര് രാവിലെ എത്തി ഷൂട്ട് ചെയ്ത് സമ്മതിച്ചിട്ടോ. അതെന്നോട് പറഞ്ഞില്ല, എന്തോ കൂടുതലായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ആദ്യം പോയി നോക്കട്ടെ, എന്തായാലും ഫാസിലിനെ അത് അവനെ കഷ്ടത്തിലാക്കണ്ട, ചെയ്യണതല്ലേ. എന്റെ ഫോണും കൊണ്ടുപോയി മുമ്പിൽ പോകുമ്പോ ആരെങ്കിലും വിളിച്ചാലും ഞാൻ അറിഞ്ഞാലോ വെച്ചിട്ട് പോകുന്നു. അങ്ങനെ അത് ഭയങ്കര ഒരു വർക്കിനോടുള്ളൊരു റിസൾട്ടാണ് വർക്കിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഇന്റർവ്യൂസ് ഞാൻ ഒരുപാട് കാണുന്നില്ല. അപ്പൊ എന്ത് പറഞ്ഞാലും അതിന്റെ ഒരു ആരെങ്കിലും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ഇറ്റ് പടമാണ് ബാലേട്ടൻ VMന്റെ. അതില് ഇതേപോലെ ഒരു സംവിധായകന്റെ അച്ഛൻ മരിച്ചു, ലൊക്കേഷൻ പോരുകയാണ്. പക്ഷെ അവിടെ നിർത്തിക്കാൻ പറ്റില്ല. ഇയാള് വന്ന് അച്ഛന്റെ ചിതയ്ക്ക് തീ കൊടുത്തിട്ട് നേരെ ബാലേട്ടൻ തന്നെ ലൊക്കേഷനിൽ എത്തിയിട്ട് ഏതാ ഷൂട്ട് ചെയ്യണമെന്ന് അറിയാം. മോഹൻലാലിന്റെ അച്ഛൻ അവിടെ മരിച്ച സീനാണ് എടുക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ 3 രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ഡയറക്ടറോട് എത്തി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച്. ഇതൊക്കെ ഞങ്ങൾ ഷൂട്ടിങ്ങിൽ ലൊക്കേഷൻ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. അത് ഞങ്ങൾ നിങ്ങളേക്ക് ഷെയർ ചെയ്യാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. ഇനി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളെ ഡയറക്ടറാണ് ഞങ്ങളില്ല.